ഉറക്കം ആണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതില്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു കാര്യവും നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഉറക്കക്കുറവ് എങ്ങനെയാണ് നമ്മുടെ നാഡികളെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉറക്കം എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്, സ്ലീപ്പ് സൈക്കിൾ. അത് തെറ്റിക്കഴിയുമ്പോൾ ഹോർമോണൽ ചേഞ്ചസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെയും ചേഞ്ചസിൻ്റെയും കാരണമാണ് ഈ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് സംഭവിക്കുന്നത്. അപ്പം അതെങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിൽ ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിലെ ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയും ചേഞ്ച് വരും. ആ ചേഞ്ച് വരുന്ന അവസരത്തിൽ നമ്മൾക്ക് പ്രോപ്പറായിട്ട് രാത്രിയിൽ ഉറക്കം തുടങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഉറക്കം മുറിഞ്ഞു പോകുന്ന അവസ്ഥ വരും. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ഉറങ്ങിയില്ല എന്ന ഒരു തോന്നലും വരും. ഇതിന് കാരണം നമുക്ക് ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിലുള്ള പ്രോബ്ലമാണ്. വിവിധതരം മെഡിക്കൽ കണ്ടീഷൻസ് ഉറക്കമില്ലായ്മ കാണിക്കുന്നുണ്ട്. അതിന് ഇൻസോംനിയ എന്ന് പറയും. ആ ഇൻസോംനിയയ്ക്ക് നമ്മുടെ ഹോർമോണൽ തകരാറുകൾ ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ബ്രെയിനിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ കൂടുതൽ സ്ട്രെസ് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഇപ്പോൾ പൊതുവെ കാണുന്നത് ഈ മൊബൈൽ ഫോൺ രാത്രിയിൽ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെയുള്ളത് അധികം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള റേഡിയേഷൻ വരുന്നത് കാരണം നമുക്ക് നൈറ്റിലെ ഹോർമോൺസിനെക്കാട്ടും ഡേയിലെ ഹോർമോൺസ് ആയിരിക്കും ആക്റ്റീവ് ആകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ഉറക്കം നമുക്ക് നൈറ്റിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ഒരു 8 മണിക്ക് ശേഷം സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യുകയും ഉറക്കത്തിനെ പൂർവ്വ നോർമൽ സ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് നല്ലത്.